ചെറുപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പാരമ്പര്യേതര ട്രസ്റ്റി നിയമനവുമായി ബന്ധപ്പെട്ട് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുവാൻ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉത്തരവിട്ടു. നിലവിൽ അപേക്ഷ സമർപ്പിച്ചവർ അയോഗ്യരായതോടെയാണ് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുവാനുള്ള ഉത്തരവ്. പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പാരമ്പര്യ ട്രസ്റ്റി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരും അപേക്ഷിച്ചവരും സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണ് എന്നും അപേക്ഷിച്ചവർക്കെല്ലാം അയോഗ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി DCC സെക്രട്ടറിയും കോൺഗ്രസ് ചെറുപ്പളശ്ശേരി ബ്ലോക്ക് മുൻ പ്രസിഡന്റുമായ PP വിനോദ് കുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് നീക്കം. ട്രസ്റ്റി സ്ഥാനത്തേക്ക് അപേക്ഷിച്ചവർ സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണ് എന്നതിനുള്ള തെളിവുകളും ഫോട്ടോകളും പരാതിക്കാരൻ സമർപ്പിച്ചിരുന്നു. നിലവിലെ അപേക്ഷകരെ അസാധുവാക്കി പുതിയ അപേക്ഷ ക്ഷണിക്കണമെന്നായിരുന്നു ഹർജിക്കാരൻ ഉന്നയിച്ച ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് തീരുമാനമെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പരിശോധനയ്ക്ക് ശേഷം അജിത് ശങ്കറിന്റെ അപേക്ഷ മാത്രം സ്വീകരിച്ചതോടെ അപേക്ഷ നൽകിയിരുന്ന മറ്റു 4 പേരും അയോഗ്യരായി. ഈ സാഹചര്യത്തിലാണ് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉത്തരവിറക്കിയത്. പുതിയതായി വരുന്ന അപേക്ഷയോടൊപ്പം പരിഗണിക്കുന്ന കൂട്ടത്തിൽ അജിത് ശങ്കറിന്റെ അപേക്ഷയും പരിഗണിക്കും. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.